നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശത്തു നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളിലെത്തുന്ന പ്രവാസികൾ COVID-19 ഇല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന വ്യവസ്ഥ കേരളം കർശനമാക്കിയിരുന്നു. ഈ മാസം 20-ന് ഇത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രവാസ ലോകത്ത് കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടതിനാലും അതോടൊപ്പം തന്നെ അടിയന്തര ചികിത്സയ്ക്കായും വിസ കാലാവധി അവസാനിച്ചവരുമൊക്കെ തന്നെയാണ് നാട്ടിലേക്ക് എത്തുന്നത്. അവർക്കൊക്കെയും ഒരു കീറാമുട്ടിയാണ് ഈ വ്യവസ്ഥ. എന്നാൽ ചാർട്ടേഡ് വിമാനത്തിൽ വരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് ഉള്ളവർക്ക് യാത്ര ചെയ്യാൻ അനുമതി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനായി ഉത്തരവ് നൽകണം എന്നും ഹർജിക്കാർ പറയുന്നു. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. പത്തനംതിട്ട സ്വദേശി റജി താഴ്മണാണ് ഹർജി നൽകിയത്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുമുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. പ്രവാസികളെ ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുവരുന്നതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥ ജൂൺ 20 മുതലാണ് പ്രാബല്യത്തിൽ വരിക. അന്ന് മുതലുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ റദ്ദാക്കേണ്ട അത്യന്തം ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഗൾഫിൽ 226 മലയാളികളുടെ ജീവൻ ഇതിനോടകം പൊലിഞ്ഞ കാര്യം നാം മറക്കരുതെന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇറ്റലിയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് തിരിച്ചുവരാൻ COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിക്കെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാർച്ച് 11 നിയമസഭയിൽ ശക്തമായി രംഗത്ത് വരികയും കേരള നിയമസഭ ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു നിലപാട് ഗൾഫിലെ പ്രവാസികളോടും സ്വീകരിക്കണമെന്നും ഉമ്മൻചാണ്ടി കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിദേശത്തു നിന്നും ചാർട്ടേഡ് വിമാനത്തിലെത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് കർശനമാക്കിയ നടപടിയിൽ സംസ്ഥാന സർക്കാർ ഇളവ് തേടിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ അംബാസിഡർമാരോട് പരിശോധനാ മാനദണ്ഡങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് സർക്കാർ കത്തും നൽകിയിരുന്നു. ഈ മാസം 20 മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് വരാൻ കോവിഡ് ഇല്ലെന്ന റിപ്പോർട്ട് നിർബന്ധമാക്കി നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി വിവിധ സംഘടനകൾക്ക് അയച്ച കത്ത് വൻ വിവാദമായിരുന്നു. വിദേശത്തു നിന്നും എത്തുന്നവരിൽ രോഗവ്യാപന തോത് കൂടിയ സാഹചര്യത്തിലാണ് ഇതെന്നായിരുന്നു കത്തിലെ വിശദീകരണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.